ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ഫിസിയോ എക്സ്പ്ലെയിൻഡ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക്. ഇൻ്റർവെർട്ടിബിൾ ഡിസ്കിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വെർട്ടിബിൾ കോളത്തിൽ 33 വെർട്ടിബ്രയും 23 ഇൻ്റർവെർട്ടിബിൾ ഡിസ്കും ആണ് ഉള്ളത്. ഇൻ്റർവെർട്ടിബിൾ ഡിസ്കിന് മെയിനായിട്ട് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. രണ്ട് വെർട്ടിബിൾ ബോഡീസിനെ സെപ്പറേറ്റ് ചെയ്യുക, അതുവഴി മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് ട്രാൻസ്മിഷൻ ആണ്. ഒരു വെർട്ടിബിൾ ബോഡിയിൽ നിന്ന് അടുത്തുള്ള വെർട്ടിബിൾ ബോഡിയിലേക്ക് വെയ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഈ രണ്ട് ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് ഇൻ്റർവെർട്ടിബിൾ ഡിസ്കിന് ഉള്ളത്. സൈസ് ഓഫ് ദ ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് നോക്കുകയാണെങ്കിൽ സർവൈക്കൽ റീജിയൻ നിന്ന് ലംബാർ റീജിയനിലേക്ക് വരുന്ന അനുസരിച്ചിട്ട് സൈസ് ഇൻക്രീസ് ചെയ്ത് വരുന്നു. സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം ലോഡാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ്. ഇപ്പം സർവൈക്കൽ റീജിയൽ അതിൻ്റെ തിക്നെസ് വരുന്നത് 3 mm, ലംബാർ റീജിയൽ എത്തുമ്പോഴത്തേക്ക് 9 mm ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. സർവൈക്കൽ റീജിയനിൽ നമ്മുടെ ഡിസ്കിൻ്റെ തിക്നെസ് വളരെ കുറവും ലംബാർ റീജിയനിൽ ലാർജസ്റ്റും ആയിരിക്കും. ഇവിടെ ഡിസ്കിൻ്റെ തിക്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് മൊബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാം. ഇപ്പം റേഷ്യോ ബിറ്റ്വീൻ ഡിസ്ക് തിക്നെസ് ആൻഡ് വെർട്ടിബിൾ ബോഡി ഹൈറ്റ്, അത് വെച്ചിട്ട് റേഷ്യോ കൂടുതലായിരുന്നാൽ മാത്രമേ മൊബിലിറ്റി കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉള്ളത് സർവൈക്കൽ റീജിയനിലാണ്. അപ്പം നമ്മുടെ ഡിസ്കിൻ്റെ തിക്നെസ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ബോഡിയുടെ ഹൈറ്റും ഏകദേശം ഈക്വൽ ആയിരിക്കും. എന്നാൽ തൊറാസിക് റീജിയനിൽ ലംബാർ റീജിയനിലോട്ട് പോകുന്ന അനുസരിച്ചിട്ട് ഡിസ്ക് തിക്നെസ്സും അതിൻ്റെ വെർട്ടിബിൾ ബോഡിയുടെ തിക്നെസ്സും തമ്മിലുള്ള റേഷ്യോ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ തിക്നെസ് റേഷ്യോ കൂടുതലായിട്ട് കാണിക്കുന്നത് സർവൈക്കൽ റീജിയനിലും സെക്കൻഡ് വൺ ലംബാർ റീജിയനിലും ഏറ്റവും കുറവ് തൊറാസിക് റീജിയനിലുമാണ്. അതുകൊണ്ട് തന്നെ മൊബിലിറ്റിയുടെ കാര്യത്തിൽ സർവൈക്കൽ ആയിരിക്കും ഏറ്റവും മുന്നിൽ, രണ്ടാമത് നമ്മുടെ ലംബാർ റീജിയൻ, മൂന്നാമതാണ് തൊറാസിക് റീജിയൻ വരുന്നത്. എന്നാൽ സ്റ്റെബിലിറ്റി വരുമ്പോഴത്തേക്കും തൊറാസിക് റീജിയനാണ് മെയിനായിട്ട് മുമ്പിലുണ്ടാവുക. ഇൻ്റർവെർട്ടിബിൾ ഡിസ്കിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 3 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ന്യൂക്ലിയസ് പൾപ്പോസസ്, സെക്കൻഡ് വൺ ആനലസ് ഫൈബ്രോസിസ്, തേർഡ് വൺ വെർട്ടിബിൾ എൻഡ് പ്ലേറ്റ്. ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ മോസ്റ്റ് സ്ട്രക്ചറാണ്. ജെലാറ്റിനസ്, വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള സ്ട്രക്ചറാണ്. സെക്കൻഡ് ആനലസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഒരു ഔട്ടർ റിംഗ് ആണ്, ഫൈബ്രസ് ഔട്ടർ റിംഗ് ആണ്. തേർഡ് വൺ വെർട്ടിബിൾ എൻഡ് പ്ലേറ്റ്, ഒരു കാർട്ടിലേജിയസ് ലെയർ ആണ്. അതായത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പോർഷനിൽ കാണുന്ന ഒരു കാർട്ടിലേജിയസ് ലെയർ ആണ് വെർട്ടിബിൾ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ 3 സ്ട്രക്ചേഴ്സിൽ മെയിനായിട്ട് വാട്ടർ കണ്ടന്റും പ്രോട്ടിയോഗ്ലൈക്കൻസും കൊളാജൻ ഫൈബേഴ്സും ഉണ്ട്. ആനലസ് ഫൈബ്രോസിസിനകത്തും വെർട്ടിബിൾ എൻഡ് പ്ലേറ്റിനകത്തും കൊളാജൻ കണ്ടന്റ് ആണ് കൂടുതൽ. എന്നാൽ ന്യൂക്ലിയസ് പൾപ്പോസസിനകത്ത് കൂടുതലായിട്ട് വാട്ടർ കണ്ടന്റ് ആണ് കാണുന്നത്. ന്യൂക്ലിയസ് പൾപ്പോസസിൽ 70-90% വാട്ടറാണ്. ബാക്കി ഡ്രൈ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 65% പ്രോട്ടിയോഗ്ലൈക്കൻസും 15% കൊളാജൻ ഫൈബേഴ്സും ആണ് കാണുന്നത്. കൊളാജൻ ഫൈബേഴ്സും പ്രോട്ടിയോഗ്ലൈക്കൻസും അല്ലാതെ അതർ സെൽസ് പ്രസൻ്റ് ആണ്. ഇലാസ്റ്റിൻ, പ്രോട്ടീൻസ്, പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്, കോൺഡ്രോസൈറ്റ്സ് ഇതൊക്കെ പ്രസൻ്റ് ആണ്. ന്യൂക്ലിയസ് പൾപ്പോസസിനകത്ത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 കൊളാജൻ ഫൈബേഴ്സ് പ്രസൻ്റ് ആണ്. അതിൽ ടൈപ്പ് 2 ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കംപ്രസീവ് ഫോഴ്സസിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ന്യൂക്ലിയസ് പൾപ്പോസസ് ഒരു വാട്ടർ ബലൂണായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതെന്തിനാ, നമ്മൾ ഫോഴ്സസ് വരുന്ന സമയത്ത് കംപ്രസ്ഡ് ആവുകയും ഡീഫോംഡ് ആവുകയും ആ പ്രഷർ എല്ലാ ഡയറക്ഷനിലോട്ടും സ്ട്രെച്ച് ചെയ്ത് പോവുക, എല്ലാ ഡയറക്ഷനിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആനലസ് ഫൈബ്രോസിസ് 60-70% വാട്ടർ കണ്ടന്റ് ആണ്. പിന്നെ നമുക്ക് ഡ്രൈ വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് 50-60% കൊളാജൻ ഫൈബേഴ്സും 20% പ്രോട്ടിയോഗ്ലൈക്കൻസും ആണ്. ഇത് കൂടാതെ തന്നെ അതർ സെൽസായ ഇലാസ്റ്റിൻ, കോൺഡ്രോസൈറ്റ്സ് ഇതെല്ലാം പ്രസൻ്റ് ആണ്. ആനലസ് ഫൈബ്രോസിസിനകത്തും ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 കൊളാജൻ ഫൈബേഴ്സ് പ്രസൻ്റ് ആണ്. ഇവിടെ ടൈപ്പ് 1 ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. അതിന് കൂടുതലായിട്ട് നമ്മുടെ ടെൻസൈൽ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. നെക്സ്റ്റ് സ്ട്രക്ചർ വെർട്ടിബിൾ എൻഡ് പ്ലേറ്റ്. വെർട്ടിബിൾ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കാർട്ടിലേജിയസ് ലെയർ ആണ്. 0.6 to 1 mm ആണ് തിക്നെസ് വരുന്നത്. വെർട്ടിബിൾ ബോഡീസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അത് അടുത്ത് കാണുന്ന സ്ട്രക്ചറാണ്. അപ്പം ന്യൂക്ലിയസ് പൾപ്പോസസിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്, എന്നാൽ ആനലസ് ഫൈബ്രോസിസിനെ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. എൻഡ് പ്ലേറ്റ് സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്യിക്കുന്നത് ആനലസ് ഫൈബ്രോസിസിലും വീക്ക് ആയിട്ടാണ് വെർട്ടിബിൾ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെർട്ടിബിൾ
ഡിസ്കിൻ്റെ ഒരു പാർട്ടായിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ഡിസ്കിൻ്റെ 3 സ്ട്രക്ചർ ആയിട്ടാണ് ഈ എൻ പ്ലേറ്റും കണക്കാക്കിയിരിക്കുന്നത്. വെർട്ടിബ്രൽ എൻഡ് പ്ലേറ്റിനകത്ത് പ്രോട്ടിയോഗ്ലൈക്കൻസും കൊളാജൻ ഫൈബേഴ്സും വാട്ടർ കണ്ടന്റും പ്രസന്റ് ആണ്. എങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് കാണുന്ന കാർട്ടിലേജ് ആണ്. ഹൈലിൻ കാർട്ടിലേജും ഫൈബ്രോ കാർട്ടിലേജും ആണ് മെയിനായിട്ട് പ്രസന്റ് ആയിരിക്കുന്നത്. ഹൈലിൻ കാർട്ടിലേജ് എന്ന് പറയുന്നത് വെർട്ടിബ്രൽ ബോഡിയായിട്ട് അടുത്താണ് കാണുന്നത്, നമ്മുടെ യങ് ഡിസ്കിലാണ് കാണുന്നത്. എന്നാൽ ഫൈബ്രോ കാർട്ടിലേജ് നമ്മുടെ ന്യൂക്ലിയസ് പൾപ്പോസിസിന്റെ അടുത്താണ് കാണുന്നത്. ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ഹൈലൈൻ കാർട്ടിലേജ് മാറി അത് ഫൈബ്രോ കാർട്ടിലേജ് ആയിട്ട് മാറുന്നു. അത് ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ഡിസ്കിന്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇൻഡർവെർട്ടിബിൾ ഡിസ്കിന്റെ സ്ട്രക്ചറും ഫങ്ഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.